അങ്ങനെ ക്ഷേത്രത്തിൽ പോവുകയും അവിടുത്തെ ഭണ്ഡാരപ്പെട്ടിയിൽ പണം ഇടുകയും എല്ലാം ചെയ്തുകൊണ്ട് കേരളത്തിലെ ദളിതർക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? പ്രയോജനം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ദളിതർ ഇനി ഈ നമ്മുടെ മന്ത്രിക്കുണ്ടായ അനുഭവത്തെ കൊണ്ട് മുൻനിർത്തി ഞാൻ പറഞ്ഞത്, ദളിതർ ഇനി ബ്രാഹ്മണ പൂജാരികളുള്ള ക്ഷേത്രങ്ങളിലേക്ക് പോകരുത് എന്നാണ്. ഞാൻ നേടുന്നൊരു വിഷയം ബ്രാഹ്മണ സഭയെ ആക്ഷേപിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളൊരു വക്കീൽ നോട്ടീസാണ് ഹൈക്കോടതിയിൽ നിന്ന്. തിരുനെല്ലൂരിൻ്റെ ഈ കവിതയെ സാക്ഷരപ്പെടുത്തി എനിക്ക് പറയാനുള്ളത്, ഈ പാഠങ്ങൾ സ്വീകരിക്കുന്ന ഒരു പുതിയ കവിയെ ഒരു വക്കീൽ നോട്ടീസും ഭയപ്പെടുത്തത്തില്ല എന്നുള്ളതാണ്. നേരത്തെ ജീവിച്ചതുപോലെ ജീവിക്കും. ജാതി വ്യവസ്ഥ തെറ്റാണെന്നും ബ്രാഹ്മണാധിപത്യം തെറ്റാണെന്നും വാദിച്ചുകൊണ്ട് തന്നെ ജീവിക്കും. അങ്ങനെ ജീവിച്ച് മരിക്കുകയും ചെയ്യും. ഈ ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയതുകൊണ്ട് കേരളത്തിലെ ദളിതരായിട്ടുള്ള ധാരാളം ആളുകൾ ക്ഷേത്രത്തിൽ പോയി. അങ്ങനെ ക്ഷേത്രത്തിൽ പോവുകയും അവിടുത്തെ ഭണ്ഡാരപ്പെട്ടിയിൽ പണം ഇടുകയും എല്ലാം ചെയ്തുകൊണ്ട് കേരളത്തിലെ ദളിതർക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? പ്രയോജനം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ദളിതർ ഇനി ഈ നമ്മുടെ മന്ത്രിക്കുണ്ടായ അനുഭവത്തെ കൊണ്ട് മുൻനിർത്തി ഞാൻ പറഞ്ഞത്, ദളിതർ ഇനി ബ്രാഹ്മണ പൂജാരികളുള്ള ക്ഷേത്രങ്ങളിലേക്ക് പോകരുത് എന്നാണ്. ഞാൻ നേടുന്നൊരു വിഷയം ബ്രാഹ്മണ സഭയെ ആക്ഷേപിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളൊരു വക്കീൽ നോട്ടീസാണ് ഹൈക്കോടതിയിൽ നിന്ന് ഇന്നലെ. അപ്പോൾ ഇത് സൗമ്യമായ വിയോജിപ്പിന് ഇതുണ്ടാവില്ല. ഞാനൊക്കെ അത് പഠിക്കേണ്ടിയിരിക്കുകയാണ്. എങ്ങനെയാണ് സൗമ്യമായ വിയോജിപ്പുകൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുക എന്ന് ഇത് മനസ്സിലാക്കേണ്ടിയിരിക്കുകയാണ്. ചെമ്പരത്തിയാണ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ചെടി. അത് സൗമ്യമായൊരു വിയോജിപ്പാണ്. അതിന് അദ്ദേഹം ഉപയോഗിക്കുന്ന ലാംഗ്വേജ്, അദ്ദേഹം ഉപയോഗിക്കുന്ന മലയാളം, അത് സൗമ്യമായ ഒരു മലയാളമാണ്. ഈ സൗമ്യമായ വിയോജിപ്പ് മലയാള സാഹിത്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്നാൽ ഈ സൗമ്യമായ വിയോജിപ്പ് കൊണ്ട് അദ്ദേഹം ഈ സൗമ്യതയോടുകൂടി ആളുകൾക്ക് ഷേക്കാൻ കൊടുത്തെന്ന് വിചാരിക്കണ്ട. ജീവിതത്തിലുടനീളം പ്രത്യയശാസ്ത്രപരമായ സത്യസന്ധത പാലിച്ചുകൊണ്ട് വർഗീയതയ്ക്കും അന്ധവിശ്വാസങ്ങൾക്കെതിരെയുള്ള ഒരു ജീവിത നിലപാട് സ്വീകരിച്ചുകൊണ്ട് കടന്നുപോയ മഹാകവിയായിരുന്നു തിരുനെല്ലൂർ. നമുക്കൊക്കെ പാഠമാണ്. ഇങ്ങനെയും നമുക്ക് ജീവിക്കാം. സമൂഹം മുന്നോട്ട് വയ്ക്കുന്ന ജാതി വ്യവസ്ഥയെ ലംഘിച്ചുകൊണ്ട്, സമൂഹം മുന്നോട്ട് വയ്ക്കുന്ന അന്ധവിശ്വാസങ്ങളെ നിരാകരിച്ചുകൊണ്ട് ജീവിക്കാം. എഴുതിയാൽ മാത്രം പോരാ, ജീവിക്കാം എന്നുള്ളതിന് നമ്മുടെയൊക്കെ മുമ്പിലുള്ള ഏറ്റവും വലിയ പാഠപുസ്തകമാണ് തിരുനെല്ലൂർ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഒരു കവിതയിൽ ഞാൻ അവസാനിപ്പിക്കുന്നു. ചെമ്പരത്തി എന്ന കവിത. കാണുകെൻ്റെ ഈ കൊച്ചു പൂന്തോപ്പിൽ ചേണുലാവും ചെടികളുണ്ടേറെ, നല്ല മണ്ണിൻ്റെ വർണ്ണഗന്ധങ്ങൾ നൽകി നമ്മളെ സൽക്കരിക്കുന്നോർ, മുൻപിൽ നീളവേ വേലിയിൽ പൂക്കും ചെമ്പരത്തികൾ കാവൽ നിൽക്കുന്നു. ഇല്ല പൂക്കൾക്കു വർണ്ണവൈവിധ്യം, ഇല്ല മാദകമായ സൗരഭ്യം, എങ്കിലും തെഴുത്തെപ്പോഴും നിൽക്കും ചെമ്പരത്തിയോടാണെനിക്കിഷ്ടം. ആവതും സ്വച്ഛമായി കടും ചോപ്പാം പൂവ് അതിൻ്റെ ഹൃദയമാകുന്നു. ശാഖകൾക്കെഴും മേതുര ശ്യാമചാരുത അതിൻ ശീലമാകുന്നു. വേനലെത്രമേൽ തീചൊരിഞ്ഞാലും ഗ്ലാനി എന്നെ തഴച്ചു നിൽക്കുന്നു. നാടുലയവേ കാറ്റടിച്ചാലും ചോടിളകാതെ ഉറച്ചു നിൽക്കുന്നു. കാർമുകിലിൻ കനിവിനു വേണ്ടി കാതരസ്വരം കേഴുമാറില്ല. മണ്ണു നൽകും ഉറപ്പിനോടല്ലാതൊന്നിനോടും കടപ്പെടുന്നില്ല. ഇപ്രകാരം അദൃശ്യരായി നിൽക്കും ചെമ്പരത്തിയോടാണ് എനിക്കിഷ്ടം. തിരുനെല്ലൂരിൻ്റെ ഈ കവിതയെ സാക്ഷരപ്പെടുത്തി എനിക്ക് പറയാനുള്ളത്, ഈ പാഠങ്ങൾ സ്വീകരിക്കുന്ന ഒരു പുതിയ കവിയെ ഒരു വക്കീൽ നോട്ടീസും ഭയപ്പെടുത്തത്തില്ല എന്നുള്ളതാണ്. നേരത്തെ ജീവിച്ചതുപോലെ ജീവിക്കും. ജാതി വ്യവസ്ഥ തെറ്റാണെന്നും ബ്രാഹ്മണാധിപത്യം തെറ്റാണെന്നും വാദിച്ചുകൊണ്ട് തന്നെ ജീവിക്കും. അങ്ങനെ ജീവിച്ച് മരിക്കുകയും ചെയ്യും.